നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാഹന പരിശോധനയ്ക്കിടെ ചേറ്റുവയിൽ മോഷ്ടിച്ച ബൈക്കുമായി 2 പേർ പിടിയിൽ. വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് എത്തുവാൻ കുട്ടികൾക്ക് പുതിയ മേൽപ്പാലം നിർമ്മിക്കാൻ ആവശ്യമായ നടപടികളെടുക്കുമെന്ന് ജില്ലാ കളക്ടർ. MDMA-യുമായി ബണ്ടി ചോർന്ന മുറ്റുചൂർ സ്വദേശി വിഷ്ണുവിനെ അന്തിക്കാട് പോലീസ് പിടികൂടി. വാർത്തകൾ വിശദമായി. ചേറ്റുവയിൽ മോഷ്ടിച്ച ബൈക്കുമായി 2 പേർ അറസ്റ്റിൽ. രാത്രികാല പട്രോളിംഗിനിടയിൽ വാടനപ്പള്ളി പോലീസ് ചേറ്റുവ ഭാഗത്ത് വെച്ചാണ് കുന്നംകുളം ചെച്ചന്നൂർ സ്വദേശിയായ കണ്ടിരുത്തി വീട്ടിൽ പൊടി എന്ന് വിളിക്കുന്ന 19 വയസ്സുള്ള ആദിത്യൻ, പോർക്കളം കല്ലഴിക്കുന്ന സ്വദേശിയായ കറുത്തപടി വീട്ടിൽ 19 വയസ്സുള്ള ദീപു എന്നിവരെ മോഷ്ടിച്ച ബൈക്കുമായി പിടികൂടിയത്. പുലർച്ചെ 3-ന് വാഹന പരിശോധന നടത്തി വരവെ ഒരു ബൈക്ക് ഹെഡ്ലൈറ്റ് ഇടാതെ ഓടിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ബൈക്കിന്റെ രജിസ്ട്രേഷൻ പരിശോധിച്ച് ഉടമസ്ഥന്റെ ഫോൺ ശേഖരിച്ച് അന്വേഷിച്ചതിലാണ് കഴിഞ്ഞയാഴ്ച വാഹനാപകടത്തിൽപ്പെട്ട ചൊവ്വന്നൂർ എന്ന സ്ഥലത്ത് ഒരു വീടിന്റെ പോർച്ചിൽ കയറ്റിവെച്ചിരുന്ന ബൈക്കാണ് ഇവർ മോഷ്ടിച്ചു കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വടനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഗ്രേഡ് ASI രഘുനാഥൻ, ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ്, സിവിൽ പോലീസ് ഓഫീസർ രാകേഷ് എന്നിവരാണ് പട്രോളിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. വലപ്പാട് ഹൈസ്കൂളിൽ നിന്നും ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് എത്തുവാൻ കുട്ടികൾക്ക് പുതിയ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഗ്രൗണ്ടിലേക്ക് കുട്ടികൾക്ക് എത്തിച്ചേരാൻ ഇപ്പോൾ കഴിയുന്നില്ല. കാൽനടക്കാർക്കും നടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇതിനെ തുടർന്ന് സ്കൂൾ കുട്ടികളും വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് എന്നിവർ ചേർന്ന് പ്രശ്നം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഡെപ്യൂട്ടി കളക്ടർ യമുന അന്വേഷിച്ചതിന്റെ ഭാഗമായി വ്യാഴാഴ്ച കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്ഥലം സന്ദർശിച്ചാണ് മേൽ നടപ്പാലം നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുമെന്ന് ഉറപ്പു നൽകിയത്. അസിസ്റ്റന്റ് കളക്ടർ ചാവക്കാട് തഹസീൽദാർ MK കിഷോർ, വില്ലേജ് ഓഫീസർ KB രാധാകൃഷ്ണൻ, ശിവാലയ കൺസ്ട്രക്ഷൻ ടീം, ഹൈവേ അധികൃതർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവരും കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. മതിലകം സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. മതിലകം കളരിപ്പറമ്പ് സ്വദേശി കറുത്ത വീട്ടിൽ 28 വയസ്സുള്ള രാംവിലാസിനെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. രാംവിലാസ് മതിലകം പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസ് ഉൾപ്പെടെ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, ASI-മാരായ വിൻസി, തോമസ്, സജീഷ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. ജനപ്രിയ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര സർക്കാരിനും ബഹുമാന്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് BJP മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് കാർഡുകൾ അയച്ചു. കാഞ്ഞാണി പോസ്റ്റ് ഓഫീസിൽ നടന്ന പരിപാടി മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമവും കാർഷിക മേഖലയുടെ വികസനവും ഉറപ്പാക്കി രാജ്യത്തെ സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും ഒരുപോലെ ആനുകൂല്യങ്ങൾ ലഭിച്ച ജനകീയമായ ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് എന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KS ധനീഷ് പറഞ്ഞു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മനോജ് മാനിന, ഷൈജു യാനി, സന്തോഷ് പണിക്കശ്ശേരി, സുനിൽകുമാർ അപ്പു, ഉണ്ണിമോൻ TS, ഗിരീഷ് കുമാർ ചിറയത്ത് എന്നിവർ സംസാരിച്ചു. ചൂലൂർ മഹല്ല ജമാഅത്ത് മിഫ്താഹുൽ ഉലൂം മദ്രസ കെട്ടിട ഉദ്ഘാടനവും ദാറുൽ ഇഹ്സാൻ സനദ് ദാന സമ്മേളനവും 22-23 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 22-ന് വൈകുന്നേരം 7-ന് മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ഫാദിർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ബെന്നി ബെഹനാൻ MP, E.T. ടൈസൺ MLA, അബ്ദുൽ സലാം ബാഘവി, VI സലീം, CP സാലി, VM അബ്ദുള്ള കുട്ടി ഹാജി എന്നിവർ പങ്കെടുക്കും. 23-ന് വൈകുന്നേരം 7-ന് ഈരാറ്റുപേട്ട അബുഷമ്മാസ് മൗലവി മതപ്രഭാഷണം നടത്തും. 9-ന് പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ സന്നിധാനം നിർവഹിക്കും. PM അബ്ദുസലാം ബാഘവി സന്നിധാന പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ VA ഇസ്മായിൽ, കൺവീനർ സലീം പോക്കാക്കില്ലത്ത്, മഹൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഷാജി കണങ്കില്ലത്ത് എന്നിവർ പങ്കെടുത്തു.
അറുപതുകളിൽ പത്തേമാരിയിലും കപ്പലിലും ഗൾഫിലേക്ക് പോയവരുടെ സംഗമവും സമാദരണ സദസ്സും ഞായറാഴ്ച തൃപ്രയാറിലുള്ള നാട്ടിക സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മുതൽ ഉച്ചവരെ നടക്കുന്ന സമ്മേളനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. CC മുകുന്ദൻ MLA, മുൻ MLA ഗീതാ ഗോപി, എറണാകുളം നോർക്ക റീജിയണൽ അസിസ്റ്റന്റ് രശ്നികാന്ത്, തടാകം കുഞ്ഞിമുഹമ്മദ് ഹാജി എന്നിവർ പങ്കെടുത്തു. വാർത്താ സമ്മേളനത്തിൽ കരീം പന്നിത്തടം, അബ്ദു തടാകം, ഷെരീഫ് ഇബ്രാഹിം, KS ചന്ദ്രശേഖരൻ, സക്കറിയ കുന്നച്ചാമ്പേട്ട്, PK കുഞ്ഞുമൊയ്തു എന്നിവർ പങ്കെടുത്തു. നികുതി കൊള്ളയ്ക്കും ബജറ്റിലെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും കിഴക്കുമുറി വടക്കുമുറി വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. ആനോത്തുറയൻ, രാമൻ നമ്പൂതിരി, MB സജീവ്, EM ബഷീർ, അഡ്വക്കേറ്റ് റോയ് ആന്റണി, ലൂയിസ് താണിക്കൽ എന്നിവർ സംസാരിച്ചു. സമസ്ത മേഖലകളിലും നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സർക്കാർ സാധാരണക്കാരായ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, വളരെ നിസ്സാരമായ ഭൂനികുതി ഉണ്ടായിരുന്ന കർഷകർക്കും സാധാരണക്കാർക്കും ഇന്ന് ഇരുട്ടടിയായി ഭൂനികുതി 100% കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പഞ്ചായത്ത് എല്ലാ ടാക്സുകളും, വീടുകൾക്കുള്ള ടാക്സുകളായാലും കച്ചവടക്കാർക്കുള്ള ടാക്സുകളായാലും മറ്റ് നികുതികളെല്ലാം തന്നെ 3 ഇരട്ടി വർദ്ധിപ്പിച്ച ഒരു കാലഘട്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ CPM മണലൂർ ഏരിയ ജാഥയ്ക്ക് മണലൂർ കമ്പനി സെന്ററിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ PA രമേശൻ, PG സുബിൻ ദാസ്, വൈസ് ക്യാപ്റ്റൻ ഗീതാ വരദൻ, VG സുബ്രഹ്മണ്യൻ, VN സുർജിത്ത്, KV ഡേവിസ്, ഷീജ രാജീവ്, സുധർമ്മൻ ചിരുകണ്ടത്ത്, MK സദാനന്ദൻ, NRS ബാബു എന്നിവർ സംസാരിച്ചു. ഇടവേള. തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ അതിപുരാതനമായ ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവം ഫെബ്രുവരി 21, 22, 23 തീയതികളിൽ. വാർത്തകൾ തുടരുന്നു. MDMAയുമായി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ബണ്ടിച്ചോർ എന്ന മുട്ടിച്ചോർ കോന്നാടത്ത് വിഷ്ണുവിനെ അന്തിക്കാട് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, DCB DYSP ഉല്ലാസ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ലഹരി വസ്തുക്കൾ പുറമേ നിന്നെത്തിച്ച് പ്രാദേശിക ലഹരി സംഘങ്ങൾക്കും ആവശ്യക്കാർക്കും എത്തിച്ചു നൽകുന്നത് വിഷ്ണുവാണെന്ന് പോലീസ് പറഞ്ഞു. മുറ്റച്ചൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള വീട്ടിൽ നിന്നാണ് MDMA സഹിതം വിഷ്ണുവിനെ പോലീസ് സംഘം പിടികൂടിയത്. വധശ്രമ കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഇയാൾ അന്തിക്കാടും പരിസര പ്രദേശങ്ങളിലെയും മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാനിയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഇയാൾ ആർക്കൊക്കെയാണ് ലഹരിമരുന്ന് വിൽപ്പന നടത്തിയതെന്നും എവിടെ നിന്നാണ് ഇയാൾക്ക് ലഹരിമരുന്ന് കിട്ടിയതെന്നും മറ്റുമുള്ള വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അന്തിക്കാട് SHO സുബിന്ദ് KS, SI അഭിലാഷ്, ഡാൻസ് ഓഫ് SIമാരായ ജയകൃഷ്ണൻ, ഷൈൻ, ASI സൂരജ് വി ദേവ്, സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരായ സോണി, ഷിൻഡോ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ CPMന്റെ നേതൃത്വത്തിൽ ഈ മാസം 25-ന് നടത്തുന്ന BSNL ഓഫീസ് ഉപരോധ സമരത്തിന്റെ പ്രചരണാർത്ഥം CPM നാട്ടിക ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് ചേറ്റുവയിൽ തുടക്കമായി. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ക്യാപ്റ്റനും ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് വൈസ് ക്യാപ്റ്റനും KA വിശ്വംഭരൻ മാനേജറുമായി ജാഥയുടെ ഉദ്ഘാടനം ചെട്ടുവ സെന്ററിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം PK ഷാജൻ നിർവഹിച്ചു. KR രാജേഷ് അധ്യക്ഷനായി. നേതാക്കളായ PM അഹമ്മദ്, KR സീത, മഞ്ജുള അരുണൻ, KC പ്രസാദ്, MR ദിനേശൻ, ഷീന വിശ്വൻ, രാജേഷ ശിവജി, KR സാംബശിവൻ, SA നവാസ് തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ഫർണിച്ചർ വിതരണം നടത്തി.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വിതരണോദ്ഘാടനം നടത്തി. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനാണ് 2 ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പിലാക്കിയത്. വൈസ് പ്രസിഡന്റ് VR ജിത്ത അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ തപതി KA, ജ്യോതി രവീന്ദ്രൻ, KK പ്രഹർഷൻ, വൈശാഖ് വേണുഗോപാൽ, ഷൈൻ നെടിയിരിപ്പിൽ, അനിത ത്രിദീപ് കുമാർ, രശ്മി ഷിജോ, മണി ഉണ്ണികൃഷ്ണൻ, സിജി സുരേഷ്, അനിത കാർത്തികേയൻ, മണി ഉണ്ണികൃഷ്ണൻ, ഫിഷറീസ് ഓഫീസർ അശ്വിൻ, ഫിഷറീസ് ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ 27ാമത് ഉറൂസ് മുബാറക്കിന് സമാപനമായി. മാധവന ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ ഖത്തം ദുവാക്ക് നേതൃത്വം നൽകി. VM റഷീദ് ഖാഫി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PA അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. C മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. ഷൈഖുന ഷംസുദ്ദീൻ മദനി അൽ ബാഖിരി ഏരൂർ സമാപന പ്രാർത്ഥന നിർവഹിച്ചു. സിറാജുദ്ദീൻ സിഖാഫി, സയ്യിദ് മുഹമ്മദുൽ ബുഖാരി ചുങ്കത്തര, ഹാഫിൽ ഇസ്മായിൽ മിദ്ലാജ്, ഹാഫിൽ ഷർഫാത്ത് സുഖാഫി, PSK മൊയ്തു ബാഘവി മാധവന, സയ്യിദ് ഫസൽ അൽ ഐദ്രുസി വാഠാനപ്പള്ളി, സയ്യിദ് ഹുസൈൻ തങ്ങൾ വാഠാനപ്പള്ളി, സിദ്ദി ഹസനി പല്ലാരിമംഗലം, PK ബാവാധാരിമി, അബ്ദുൽ ലത്തീഫ് സഖാവി പെരുമുഖം, ജഫർ സഖാവി കയ്പമംഗലം, മുഹമ്മദ് റിയാസ് തൃത്തല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. അന്നദാനവും ഉണ്ടായിരുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷി, ആ പക്ഷിയുടെ മാംസം നിങ്ങൾക്ക് സ്വർഗത്തിൽ വെച്ച് കിട്ടുന്നു. അങ്ങനെ എന്ത് കിട്ടിയാലും ശരി, പക്ഷേ മനുഷ്യന് ഏറ്റവും വലിയ സന്തോഷം വരുന്നത് അത് അള്ളാഹുവിനെ കാണുന്ന സമയത്തുള്ള സന്തോഷമാണ്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ വനിതാ ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഹരിശ്രീ അങ്കരവാടിക്ക് മുകളിൽ ഫിറ്റ്നസ് സെന്റർ തുടങ്ങിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസ്ഹാഖ്, പഞ്ചായത്ത് അംഗങ്ങളായ ജിനൂബ് അബ്ദുറഹ്മാൻ, CJ പോൾസൺ, യൂത്ത് കോർഡിനേറ്റർ KK സഖറിയ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുപ്രവർത്തകൻ ഷുക്കൂർ പുളിന്ധറയെ ചടങ്ങിൽ ആദരിച്ചു. എടത്തിരുത്തി പഞ്ചായത്തിലാണ് നല്ല ഒരു റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗങ്ങളുടെ അടിമകളായി സ്ത്രീകളാണ് ഇന്ന് മാറിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ശാരീരിക അധ്വാനം ചെലവഴിക്കുന്ന വീട്ടുജോലികൾ അടക്കം നമ്മൾ ചെയ്യുന്നില്ല, അരയ്ക്കുന്നില്ല, മുറ്റമടിക്കുന്നില്ല, ആട്ടുന്നില്ല, തുണി അലക്കുന്നില്ല. ഇതൊക്കെ ഇന്ന് മനുഷ്യന് പകരം യന്ത്രങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ വലപ്പാട് GDM LP സ്കൂളിൽ വാർഷികാഘോഷവും മെറിറ്റ് ഡേയും നടത്തി. എഴുത്തുകാരൻ സമരൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ GDM സ്കൂള് സ്ഥാപിതമായി, അത് സ്ഥാപിച്ച ആ വ്യക്തിയെ ആദ്യമായി പ്രത്യേകം നമിക്കുന്നു. ശ്രീ AP രാമൻ എന്ന വ്യക്തിയാണ് അത് നിർവഹിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു നൂറ്റാണ്ടിനപ്പുറം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ നാടിൻ്റെ അവസ്ഥ, നാടിൻ്റെ സ്ഥിതി. ആ കാലഘട്ടത്തിൽ വളരെ പുരോഗമനപരമായി വിദ്യാഭ്യാസത്തിൻ്റെ നക്ഷത്രങ്ങളൊക്കെ ഭൂമിയിലേക്ക് ആകർഷിച്ച് കൊച്ചു കുഞ്ഞുങ്ങളുടെ ആകാശത്തേക്ക് കൊണ്ടുവരിക എന്നൊരു പ്രക്രിയയാണ് അദ്ദേഹം ചെയ്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ്? നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾ ആകാശത്തിൻ്റെ ഒരു തുണ്ട് ആകാശം മനസ്സിൽ സൂക്ഷിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളാണ്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. ടൈം വേൾഡ് റെക്കോർഡ് നേടിയ UKG വിദ്യാർത്ഥി അതുൽ കൃഷ്ണ, LSS വിജയി CP വരദലക്ഷ്മി എന്നിവർക്കുള്ള ഉപഹാരവും ഷിനിത ആഷിഖ് സമ്മാനിച്ചു. മികച്ച അധ്യാപികയായി തിരഞ്ഞെടുക്കപ്പെട്ട പാർവതി ദിലീപിന് ടീച്ചർ ഓഫ് ദി ഇയർ അവാർഡും മികച്ച ബോധനത്തിനും ക്ലാസ് റൂം മാനേജ്മെന്റിനുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് എഡ്യൂക്കേറ്റർ അവാർഡും SSK ജില്ലാ ഓഫീസർ ജസ്റ്റിൻ തോമസ് നൽകി. ഷീഭ മുകുന്ദൻ
അടിപ്പറമ്പിൽ മികച്ച അക്കാദമിക് വിജയികളായ കുട്ടികൾക്കുള്ള എൻഡോമെന്റുകൾ നൽകി. ഉപജില്ലാ കലോത്സവം, ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിൽ വിജയികളായവർക്കുള്ള ഉപഹാരം ഗ്രാമപഞ്ചായത്ത് അംഗം രശ്മി ഷിജോ വിതരണം ചെയ്തു. പ്രധാനാധ്യാപകൻ സി കെ ബിജോയ്, BRC ട്രെയിനർ കെ പി ശ്രീജ, PTA പ്രസിഡന്റ് ഷാനുജ നിതീഷ്, മാതൃസംഗമം പ്രസിഡന്റ് വിജിത ഹരിലാൽ, RR സുബ്രഹ്മണ്യൻ, VK അഭിനവ്, CB സുഭിത എന്നിവർ സംസാരിച്ചു. GTM സ്കൂൾ പ്രവർത്തനങ്ങൾ ഒരെത്തിനോട്ടം എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും സൂഫി ഡാൻസ്, ഗോത്രനൃത്തം തുടങ്ങിയ വ്യത്യസ്തമായ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. No, I don't want your life, leave me alone. The sun went away. പെരിഞ്ഞനം വെസ്റ്റ് കിഴക്കേടത്ത് കളപ്പുരയ്ക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. രാവിലെ ശിവേലി, തുടർന്ന് ദേവിക്ക് രുദ്രാഭിഷേകം, പഞ്ചവിംശതി കലശാഭിഷേകം, വൈകിട്ട് പകൽപൂരം, തുടർന്ന് വൈകിട്ട് വർണ്ണമഴ, രാത്രി തായമ്പക, എഴുന്നേൽപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്രം ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പ്രസന്നൻ അടിയകൾ, ക്ഷേത്രം മേൽശാന്തി സുബീഷ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ KR ആര്യമാവ്, KK സുരേന്ദ്രൻ, KB പാർത്ഥൻ എന്നിവർ നേതൃത്വം നൽകി. കളികുളം നോർത്ത് GMLP സ്കൂളിന്റെ വാർഷികവും അധ്യാപക രക്ഷകർത്ത ദിനവും ആഘോഷിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സലീം അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മെഹബൂബ് സമ്മാന വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം സുമന ജോഷി, മുൻ പ്രധാന അധ്യാപകരായ PK ഗീത, MP ശ്രീകല എന്നിവർ സംസാരിച്ചു. ഷോട്ടോ കിഡ്സ് പരിശീലനം നൽകിയ സ്കൂൾ വിദ്യാർത്ഥികളുടെ കരാത്തെ പ്രകടനം, വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകരുടെ കലാപരിപാടികൾ കൂടാതെ ബ്രഹ്മതേജ കൈക്കുട്ടി ടീമിന്റെ കൈക്കുട്ടിക്കളിയും അരങ്ങേറി. ഷോട്ടോ കിഡ്സ് പരിശീലകരായ ഷക്കീർ, ഹസീന, ഷക്കീർ എന്നിവരെയും കലാപരിപാടികൾക്ക് നേതൃത്വം നൽകിയ പ്രീ പ്രൈമറി അധ്യാപിക ലിജി ടീച്ചർ, സംസ്ഥാന കലോത്സവത്തിൽ തൃശൂർ ജില്ലയ്ക്ക് സുവർണ്ണ കിരീടം നേടിയ ടീമിന്റെ മാനേജറായ സ്കൂൾ അധ്യാപകൻ ബിനോയ് T മോഹൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.
Yawn. Left and out. Side punch. It's me. Swing. 3, 2, look, sit, touch, 2, six, sit, 3. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. വടനപ്പള്ളി ചിലങ്കയിൽ കൽപ്പണിയുടെ മറവിൽ അതിഥി തൊഴിലാളികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 27 വയസ്സുള്ള ലാൾട്ടു ആണ് അറസ്റ്റിലായത്. വടനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു BS, സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി, സിവിൽ പോലീസ് ഓഫീസർ അലി, ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഫിറോസ്, അരുൺ, ഡ്രൈവർ സിവിൽ പോലീസ് ഓഫീസർ ഷിജിത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് ഫീൽഡ് ഓഫീസർ NR സുനീഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ശനിയാഴ്ച പുലർച്ചെ ചിലങ്ക സെന്ററിന് സമീപം നിന്നിരുന്ന ലാൾട്ടുവിനെ സംശയം തോന്നി പരിശോധിച്ചതിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. കൽപ്പണി തൊഴിലാളിയായ ഇയാൾ വടനപ്പള്ളി ഭാഗത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനാണ് ചിലങ്ക ഭാഗത്തേക്ക് വന്നത്. ഇയാൾക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നവരെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പള്ളിയുടെ മുൻവശത്തുള്ള റോഡിൽ 2 ദിശാഫലക സൂചക ബോർഡ് സ്ഥാപിച്ചു. ഇടവക വികാരിയും കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടറുമായ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷനായി. ചടങ്ങിൽ കൈക്കാരൻ ജോജി മാളിയേക്കൽ, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ KA വർഗീസ്, ലൂയിസ് താണിക്കൽ, ജെസ്സി വർഗീസ്, ഷാലി ഫ്രാൻസിസ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ സഹകരണത്തോടെ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെയും ചെമ്മാപ്പള്ളി ലൈഫ് കെയർ ക്ലിനിക്കും സംയുക്തമായി ചെമ്മാപ്പള്ളിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ സോഷ്യൽ ജസ്റ്റിസ് ശ്രീദേവി കരുണാകരൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ആവശ്യകത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സംരംഭമാണ് ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ. ഈ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ ഭരണഘടന തന്നെ വിവക്ഷിക്കുന്നതാണ്. നമുക്ക് സൗജന്യവും വിപുലവുമായ അല്ലെങ്കിൽ തുല്യത നൽകുന്ന തരത്തിലുള്ള വൈദ്യസഹായം ആരോഗ്യപരമായി ഒരു മനുഷ്യനും സർക്കാർ തലത്തിൽ നമുക്കെല്ലാം ചെയ്ത് കിട്ടണമെങ്കിലും എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് തലത്തിൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോഴാണ് ഈ നെഹ്റു സ്റ്റഡി സെന്റർ പോലെയുള്ള ഫോറങ്ങളുടെ സഹായം നമുക്ക് ലഭ്യമാകുന്നത്. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ അധ്യക്ഷനായി. തൃപ്രയാർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ മാഹിൻ, മാനേജിംഗ് ഡയറക്ടർ CG അജിത് കുമാർ, MB സജീവ്, സക്കീർ ചെമ്മാപ്പള്ളി, രാമൻ നമ്പൂതിരി, പ്രമോദ് കണിമംഗലത്ത് എന്നിവർ സംസാരിച്ചു. നിസാർ കുമ്മങ്കണ്ടത്ത്, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, വില്ലി പട്ടത്താനം, വിനായകൻ ചെമ്മാപ്പള്ളി, സുബിൻ തൈവളപ്പിൽ, ഷംസുദ്ദീൻ ചെമ്മാപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. ഡോക്ടർ അക്ഷയ് കുമാർ, ഡോക്ടർ റഫീഖ്, ഡോക്ടർ അബ്ദുൾ വാരിസ്, ഡോക്ടർ PU കൃഷ്ണദാസ് എന്നീ ഡോക്ടർമാരുടെ സേവനം ഉണ്ടായിരുന്നു. സൗജന്യ മരുന്ന് വിതരണവും ഷുഗർ പ്രഷർ ചെക്കിങ്ങും നടത്തി.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താഴെ പോയി എന്ന് വിചാരിച്ച ആസ്പത്രിയെ ഞങ്ങൾ പൊക്കിക്കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹത്തോടു കൂടി ഒരു വർഷത്തിനുള്ളിൽ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വടനപ്പള്ളി ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്താ ദിനവും നടത്തി. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ജീവിതം നയിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവർ ഞാനൊക്കെ ഇങ്ങനെ പുറകോട്ട് ഇടയ്ക്കൊക്കെ പുറകോട്ട് സഞ്ചരിക്കുന്ന ആളാണ്. അവരും അങ്ങനെ തന്നെ ആയിരിക്കുന്നു കരുതുന്നു. അപ്പോൾ അവർ നമ്മുടെ ഈ ഫിഷറീസ് സ്കൂളും അതിൻ്റെ ചുറ്റുപാടും അവർ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും അവർ ഇൻ്റർവെല്ലാവുന്ന സമയത്ത് ഓടിച്ചാടി കളിച്ചതും ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരു കാലഘട്ടത്തിൽ 100 വർഷം എന്ന് പറഞ്ഞാൽ അന്നൊക്കെ വലിയ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്കൂളിൽ പോകാനായിട്ട് ഇന്നത്തെ പോലെ നല്ല ചിത്രങ്ങളുള്ള കുടകളില്ല, അതുപോലെ തന്നെ നല്ല സ്കൂൾ ബാഗുകളില്ല, വാട്ടർ ബോട്ടിലില്ല, അതുപോലെ തന്നെ PTA പ്രസിഡന്റ് ജിതേഷ് K. വിജയൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇന്ത്യൻ ബാങ്ക് റിട്ടയർഡ് ചീഫ് മാനേജറുമായിരുന്ന CB അരവിന്ദാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. വലപ്പാട് ഉപജില്ലയിലെ മികച്ച അധ്യാപകനും ഹരിതജ്യോതി പുരസ്കാര ജേതാവുമായ KL മനോഹിത്, കരാത്തെ സ്പോർട്സ് കൗൺസിൽ അംഗീകൃത മത്സരങ്ങളിലേക്ക് റഫറിയായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയത്തിന്റെ PTA പ്രസിഡന്റ് ജിതേഷ് K. വിജയൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്കുള്ള എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. ഉപജില്ലാതല മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സമ്മാന വിതരണം ചെയ്തു. പ്രധാനാധ്യാപിക VA റഹ്മത്ത്, സ്റ്റാഫ് പ്രതിനിധി നസീമ ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രന്യ ബിനീഷ്, ആശ ഗോകുൽദാസ്, രേഖ അശോകൻ, നൌഫൽ വലിയകത്ത്, സന്തോഷ് പണിക്കശ്ശേരി, ശ്രീജിത്ത്, PTA വൈസ് പ്രസിഡന്റ് CR രമേശ്, MPTA പ്രസിഡന്റ് ശാലിനി ജോഷി, BRC കോർഡിനേറ്റർ സലാഹുദ്ദീൻ മാസ്റ്റർ, സ്കൂൾ ലീഡർ മുഹമ്മദ് ഷാഹിൽ, സ്റ്റാഫ് സെക്രട്ടറി ജിനി K. റപ്പായി എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് ഗവൺമെന്റ് GLP സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്താ ദിനവും അന്തിക്കാട് കാർത്തിക ഓഡിറ്റോറിയത്തിൽ നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഞാൻ PTA പ്രസിഡന്റായി അധികാരമേൽക്കുന്നത്. PTA പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ തന്നെ വളരെയേറെ മാനസിക വേദന കൊണ്ടാണ് അധികാരം ഏറ്റെടുക്കുവാൻ കഴിഞ്ഞത്. അന്ന് 2 വർഷം കഴിഞ്ഞിട്ടാണ് 100ാം വാർഷികം ആഘോഷിക്കാനുള്ള അവസരമുണ്ടായത്. 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഒരു വേദനയാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ സ്കൂളിനെ ആവശ്യമായ കുട്ടികളെ എവിടെ നിന്ന് ദത്തെടുക്കും എന്നൊരു പരിശോധനയും കൂടി ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആകർഷകമായ രീതിയിലുള്ള ഒരു വാർഷികം ആഘോഷിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പലരെയും ഞാൻ സമീപിച്ചു. പക്ഷെ ആരും അതിന് തയ്യാറായിരുന്നില്ല എന്നുള്ളൊരു അനുഭവം തെളിയിക്കപ്പെട്ടത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു. സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് ആർട്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത്ത് സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ് എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കൃഷ്ണകുമാർ, BPC ഡോക്ടർ K. ഉമാദേവി എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. പ്രധാനാധ്യാപിക സീന CV, PTA പ്രസിഡന്റ് രാജീവ് സുകുമാരൻ, രാംകുമാർ കാട്ടാനിൽ, പൂർവ്വ വിദ്യാർത്ഥി മാസ്റ്റർ ശിവനന്ദ CR, നിരഞ്ജൻ AV, സ്കൂൾ ലീഡർ മാസ്റ്റർ കൈലാസ് M, പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. ചാഴൂർ ശ്രീ മഠത്തിൽ ഏകദിന ഏകാദശ രുദ്രയജ്ഞവും ഭക്തിഗാന പ്രകാശനവും നടന്നു. या
രുദ്രയജ്ഞത്തിന് പെരുമ്പടപ്പ് മന ഹൃഷികേശവൻ സോമയാജിപ്പാട്, തൃശൂർ രാമചന്ദ്രൻ തന്ത്രി, ശ്രീമഠം രക്ഷാധികാരി ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രി, തന്ത്രി വിനു മഹോദയ, തന്ത്രി ഷാജി ശർമ്മ, ശ്രീമഠം ശ്രീകുമാർ തന്ത്രി എന്നിവർ നേതൃത്വം നൽകി. വേദത്തിനെ പ്രധാനമായിട്ടും നമ്മളെല്ലാവരും നമ്മളൊക്കെ വിചാരിക്കുന്നത് ഞങ്ങളൊന്നും ചെല്ലണില്ല എന്നാലും വേദം ചെല്ലണില്ല എന്ന് എല്ലാവരും വിചാരിക്കും ഇല്ലേ? ഇത് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം സ്റ്റോക്കുള്ള ഒരു വസ്തുവാണെന്ന് അല്ലെങ്കിൽ അവരുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഓരോരുത്തരും നമ്മളിൽ നിന്ന് നമ്മുടെ ആശയം നമ്മുടെ ഇതായിട്ട് ജീവിക്കാനായിട്ട് ജീവനകാമ്യ ജീവിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നുവോ, ശബ്ദം കൊണ്ട് അനുഷ്ഠിക്കുന്നുവോ അതാണ് വേദം. അതാണ് നമ്മുടെ ജ്ഞാനം ഉണ്ടാക്കുന്നതും നമ്മളെ വളർത്തുന്നതും ആ ഒരു സങ്കല്പമാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ഇപ്പോൾ വായിക്കുന്ന കേട്ടപ്പോൾ ഓരോ ലിസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല. ജപിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ വേദം ജപിക്കാനൊക്കെ അവരും ഓതാൻ പോകണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഓതാൻ പോകണം അല്ലെങ്കിൽ ഓതി നടക്കുന്നവർ അങ്ങനെയുള്ളവരായാലും അല്ല പാടി നടക്കുന്നവരായാലും പാടിപ്പതിഞ്ഞതാണ് പാട്ട്. പണ്ടങ്ങനെ പറയും, പാടിപ്പതി ആരും പറഞ്ഞു കൊടുക്കണതല്ല. മുഖ്യാതിഥികളായി സിനിമ സീരിയൽ താരങ്ങളായ നിഷ സാരംഗ്, സോഫി ആന്റണി എന്നിവർ പങ്കെടുത്തു. രാവിലെ മുതൽ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജ, രുദ്രജപം, ധാര, മഹാമേരു പൂജ, വസൂർ ധാര എന്നിവ നടന്നു. ചാഴൂർ ശ്രീജിത്ത് രചിച്ച് ബിനോയ് എട്ടുമന സംഗീതം നൽകി. രതീഷ് റിസ ആലപിച്ച ശ്രീമഠം വിഷ്ണുമായ എന്ന ഭക്തിഗാനത്തിന്റെ പ്രകാശനവും നടന്നു. ശേഷം പ്രസാദവൂട്ടുണ്ടായി. पुष्टं च मे पुष्टिश्च मे विभुज मे प्रभुज मे बहुज मे भूयाश्च मे पूर्णं च मे पूर्णतरं च मे अक्षरी च मे वश्च मे अन्नं च मे महीयश्च मे यवाश्च मे माशाश्च मे विराश्च मे उद्गारश्च मे गलश्च मे गोमुखश्च मे मधुराश्च मे प्रियङ्ग പത്മാലനെ പത്മൂരുത്രമുത്രധനം ധാന്യം ഹസ്തീരകം പ്രധാനം പ്രാർത്ഥിച്ച് വെക്കുന്നതാണ് വെച്ച് നമസ്കാരം പ്രിയ പ്രാരംഭം ചെയ്യുകയാണ്. ആചാര്യ തൃപാദ പത്മത്തെ നമസ്കരിച്ചുകൊണ്ട് പൂരീകരിക്കുന്നതിനായിക്കൊണ്ട് ഞങ്ങളെ വേറൊരിടത്തും ഒരു മനകളിലും പെരുമ്പടത്തുമാണ് നമ്മുടെ സ്വന്തം സോമയാജിപ്പാട്. ശിരസാചരണങ്ങളെല്ലാം അതിനുവേണ്ടി നമ്മൾ നമ്മുടെ മുഖ്യ ആചാര്യന്മാരായിട്ടുള്ള അധികാരിയും കൂടി ആയിട്ടുള്ള അശ്വനി ശാന്തി നിവാസ് ശ്രീ നമ്മൾക്ക് സുപരിചിതരായ ഒരുപാട് ചടങ്ങുകൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന LSS USS മാതൃകാ പരീക്ഷ വലപ്പാട് സബ് ജില്ലയിൽ 6 സെന്ററുകളിലായി നടന്നു. സബ് ജില്ലാതല ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് GVHSS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം ബിനോയ് T മോഹൻ അധ്യക്ഷനായി. T വിനോദിനി, MP പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ഈ മാസം 27 നടക്കുന്ന സംസ്ഥാനതല പൊതുപരീക്ഷയുടെ ഭാഗമായാണ് മാതൃകാ പരീക്ഷ നടത്തിയത്. വലപ്പാട് ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി LSS വിഭാഗത്തിൽ 464 പേരും USS വിഭാഗത്തിൽ 437 പേരും മാതൃകാ പരീക്ഷയിൽ പങ്കെടുത്തു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ രവി, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല സോമൻ എന്നിവർ വിവിധയിടങ്ങളിൽ മാതൃകാ പരീക്ഷകൾ ഉദ്ഘാടനം ചെയ്തു. MD ദിനകരൻ, രാകേഷ്,
ടി വി വിനോദ്, സ്മിത മേനോൻ, പി ബി സജീവ്, കെ വി ലീന, ലയ ജോഫ്റ്റോ, പ്രത്യൂഷ്, കെ ഡി ദീപക്, ഗിരീഷ് സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി. കുട്ടികൾക്ക് വീട് ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിലും മറ്റ് സംഘടനകൾക്ക് മാതൃകയുള്ള പ്രവർത്തനമാണ് KSTA കാഴ്ചവെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പലർക്കും KSTയുടെ ചരിത്രവും പ്രവർത്തന പാരമ്പര്യവും അറിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇടയ്ക്കെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ സംഘടനയെക്കുറിച്ച് നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ ഒന്ന് അറിഞ്ഞു പോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഇത്തരം യോഗത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ നാടിൻ്റെ നന്മ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടന KSTA. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട് പ്രളയത്തിൽ മുങ്ങി. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയത്തിലാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ പ്രഥമ ശുശ്രൂഷ പരിശീലന ക്ലാസ് നടത്തി. വലപ്പാട് പോലീസ് ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വലപ്പാട് ദയ ഹോസ്പിറ്റൽ ആൻഡ് എമർജൻസി സെന്ററിന്റെയും തൃശൂർ ദയ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെ പോലീസ് ഉദ്യോഗസ്ഥർക്കായി പരരക്ഷാ പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകി. സർക്കിൾ ഇൻസ്പെക്ടർ MK രമേശ് ഉദ്ഘാടനം ചെയ്തു. ക്ലാസ് കിട്ടിയാൽ ഞാനും എന്റെ ഭാര്യയുടെ കൈകൊള്ളിയ പാലൊക്കെ ഉദ്ദേശിച്ചാണ് ഉദ്ദേശിച്ചത്. അപ്പോ ഇനി അത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഇനി കാണിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിലും നമുക്ക്. പരിശീലകൻ CA അബ്ദുൽ ബഷീർ ക്ലാസ് നയിച്ചു. വലപ്പാട് ദയ ഹോസ്പിറ്റൽ മാനേജർ മൊഹസിൻ പാണ്ഡികശാല, സിസ്റ്റർ കൃഷ്ണേന്ദു എന്നിവർ നേതൃത്വം നൽകി. 30ഓളം സിവിൽ പോലീസ് ഓഫീസർമാരോടൊപ്പം ഓഫീസർമാരായ സബ് ഇൻസ്പെക്ടർമാരായ ഹരി, സാബു, ഉണ്ണി എന്നിവർ പരിശീലനത്തിൽ പങ്കെടുത്തു. കണ്ണ് ഇരട്ടിയായിട്ട് കാണുന്നു അല്ലെങ്കിൽ മങ്ങി കാണുന്നു, കാഴ്ച മങ്ങുന്നു, അത് ഇതിന്റെ ലക്ഷണമായിരിക്കാം, സ്ട്രോക്കിന്റെ ലക്ഷണം. മറ്റൊന്നത് ഫേസാണ്. സംസാരിക്കുന്ന സമയത്ത് ചിരിക്കുമ്പോഴേക്കും ഇങ്ങനെ ഓടി പോകുന്നതെങ്കിൽ അതൊരു സ്ട്രോക്കിന്റെ ലക്ഷണമാണ്. മറ്റൊന്നത് കൈകളുടെ ബലക്ഷയം, കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല, കൈ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നുണ്ട്, കൈ ഉയർത്താൻ പറ്റാതെ, അത് സ്ട്രോക്കിന്റെ ലക്ഷണം. യെസ് എന്ന് പറഞ്ഞാൽ സ്പീച്ച്, സംസാരിക്കാൻ പറ്റുന്നില്ല, വർത്താനം പറഞ്ഞ് കൃത്യമായിട്ട് വർത്താനം പറഞ്ഞിരുന്നു. അപ്പൊ ബാലകൃഷ്ണ എന്ന് വിളിക്കുന്നതിനും അങ്ങനെ വിളിക്കുന്നെങ്കിൽ നമുക്ക് കുഴഞ്ഞു പോയി, അക്ഷരസ്ഫുടതയില്ല എന്നർത്ഥം. ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ബാലൻസ്, കണ്ണുകളുടെ പ്രശ്നം, മുഖം കൊള്ളുന്നത്, കൈകളുടെ വരക്ഷയം, സ്പീച്ച് എന്ന് ചെയ്യുന്ന അവസാന ലക്ഷണം എത്രയും പെട്ടെന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഒരു മണിക്കൂറിനകം എത്തിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലത്. പരമാവധി 3 മണിക്കൂറിനകമെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ചെറിയ ഇഞ്ചക്ഷൻ കൊണ്ടുവന്നു, ചെറിയ രീതിയിൽ വെയിൽ കൊടുക്കുന്നൊരു മരുന്ന് ഈ രക്തക്കട്ട ഇതിനകത്ത് തലച്ചോറിനകത്ത് നീണ്ടത് അരിയിച്ച് കളയാൻ പറ്റും. നമ്മളും കൊണ്ട് പോകും. അപ്പൊ അതുകൊണ്ട് നിൽക്കുന്ന ആളൊന്ന് സൂക്ഷിച്ചേക്കണം. നമ്മുടെ ഒരു കാര്യം മുന്നിലേക്ക് അവരുടെ കാലിന്റെ അടുത്ത് വെച്ചിട്ട് നമ്മളൊരു കാര്യം പിന്നാക്കം കളയിൽ മാർഷൽ ആർട്സിലേക്ക് നമ്മൾ ചുവട് വെച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന വളരെ സ്റ്റേബിളാണ്. നേരെ നിൽക്കുന്ന ഒരാളെ മസ്ത്രമാണ്. അപ്പൊ ഈ നമ്മളിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് വേണം എമിലിക്മെന്റ് ചെയ്യും. അഥവാ കൂടി മുന്നോട്ട് മറിഞ്ഞു വീണാൽ എനിക്കിങ്ങനെ പിടിക്കാൻ പറ്റും, പുറകോട്ട് വന്നു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റും. അതാണ് എമിലിക്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി. കീഴ്പള്ളിക്കര കല്ലങ്കരമാട് കുടിവെള്ള പദ്ധതി CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നമ്മുടെ പദ്ധതി അനുസരിച്ച് 30 കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം ലഭിക്കുന്നത്. വ്യാപകമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം വേനൽക്കാലമായാൽ എല്ലാ മേഖലയിലും കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യം ഇന്ന് നമ്മുടെ വിവിധ മേഖലയിലുണ്ട്. ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ കേരള സർക്കാർ കുടിവെള്ള പദ്ധതിയുമായി ആവിഷ്കരിച്ച് വലിയ പ്രവർത്തനം ഏകദേശം സർക്കാരിൻ്റെ ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു 42 കോടി രൂപയുടെ വർക്ക് നിങ്ങളുടെ ധാന്യം ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ റോഡൊക്കെ ചീത്തയായത് അങ്ങനെയാണ്. കുടിവെള്ള പൈപ്പ് കുഴിച്ചിട്ട് ആകെ അപകടസ്ഥിതി ഉണ്ടായി, നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ഇപ്പോൾ അതൊക്കെ ഈ മാർച്ച് മാസത്തോടു കൂടി പരിഹരിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. സ്ഥലം സംഭാവന നൽകിയ NA ബലരാമൻ ഞാറ്റുവെട്ടിയെ ചടങ്ങിൽ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് OS അഷറഫ്, ജനപ്രതിനിധികളായ സീന അനിൽകുമാർ, ഷൈനി ബാലകൃഷ്ണൻ, സിജോ പുലിക്കോട്ടിൽ, ഷീജ സദാനന്ദൻ, പഞ്ചായത്ത് സെക്രട്ടറി KV സുനിത, TV മദനമോഹനൻ, അഡ്വക്കേറ്റ് PR ഷിനോയ്, CDS ചെയർപേഴ്സൺ സുജിത നിരേഷ് എന്നിവർ സംസാരിച്ചു. ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്തിക്കാട് പടിയം ചൂരക്കോട് ക്ഷേത്രത്തിന് കിഴക്കേ നടയിൽ താമസിക്കുന്ന പണ്ടാര വീട്ടിൽ ജിത്തിന്റെ മകൻ അലോകാണ് മരിച്ചത്. 12 വയസ്സായിരുന്നു. മാങ്ങാട്ടുകര AUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്കാരം പിന്നീട്. വടനപ്പള്ളി തൃത്തല്ലൂർ പടിഞ്ഞാറ് കാരയിൽ തെക്കൂട്ട് പങ്കജാക്ഷൻ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ഭാര്യ വിമല, മക്കൾ ഉണ്ണികൃഷ്ണൻ, നീന, നിസി, മരുമക്കൾ അനിൽ, മനോജ്. പരേതന്റെ നേത്രപടലങ്ങൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ നേത്രബാങ്കിലേക്ക് ദാനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഹന പരിശോധനയ്ക്കിടെ ചേറ്റുവയിൽ മോഷ്ടിച്ച ബൈക്കുമായി 2 പേർ പിടിയിൽ. വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് എത്തുവാൻ കുട്ടികൾക്ക് പുതിയ മേൽപ്പാലം നിർമ്മിക്കാൻ ആവശ്യമായ നടപടികളെടുക്കുമെന്ന് ജില്ലാ കളക്ടർ. MDMA-യുമായി ബണ്ടി ചോർന്ന മുറ്റുചൂർ സ്വദേശി വിഷ്ണുവിനെ അന്തിക്കാട് പോലീസ് പിടികൂടി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.